യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവിന് സ്തുതിയും മഹത്വവും ആരാധനയും രേഖപ്പെടുത്തുന്നു. ഇന്ന് ബ്രദറിന് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു വിടുതൽ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം, ദൈവത്തോട് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ട രീതികൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, അപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്പിരിച്വൽ സന്ദേശമാണ്. ദൈവാനുഗ്രഹം വരുന്ന വഴികൾ, കടബാധ്യതകൾ മാറുവാൻ നാം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ നാം എന്ത് ചെയ്യണം. ഇപ്പോൾ ലോകത്തിലെ എല്ലാവിധ മേഖലകളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന കാര്യമാണ് രോഗം, ദുരിതം, ദാരിദ്ര്യം, അതുപോലെ കടബാധ്യത, വീടുകളില്ലാത്ത അവസ്ഥ, വീടുകൾ നഷ്ടപ്പെട്ടു പോയവർ, രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ കൂടുതൽ സാമ്പത്തികമായിട്ട് അതിശക്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. സങ്കടങ്ങളും പരാതികളും വിഷമങ്ങളും, ജോലികളില്ലാത്ത അവസ്ഥ. ഇതിനൊക്കെ കാരണം ഒന്നാമത്തെ കാര്യം, ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ. മീൻസ് ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കും വിശ്വാസം, ബാക്കി 3 പേർക്കും വിശ്വാസമില്ല. മേ ബി മക്കളാണെങ്കിൽ മാതാപിതാക്കളെ പഴി പറയും, അമ്മ എന്തിനാ ഇത്രയേറെ പ്രാർത്ഥിക്കുന്നത്, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്താണ് ലഭിച്ചത്. ഇതാണ് മനുഷ്യൻ്റെ ചോദ്യം. ഏകദേശം ഒരു 8 വർഷത്തെ എൻ്റെ ജീവിത എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കുന്നത്, മാതാപിതാക്കളോ മക്കൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അമ്മ ഇത്രയേറെ പ്രാർത്ഥിച്ചല്ലോ, നമുക്ക് എന്താണ് ലഭിച്ചത്, നമുക്ക് എന്താ ഒന്നും ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ബ്രദറിന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്കെന്തോ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാവരുത് നമ്മൾ ദൈവാരാധന നടത്തേണ്ടത്, ദൈവപ്രാർത്ഥന നടത്തേണ്ടത്, ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത്. നമ്മൾ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം ലഭിക്കുക. ഒരിക്കലും പ്രോഫിറ്റ് നോക്കി ദൈവത്തെ സ്നേഹിക്കാൻ ആരും പോകരുത്. അങ്ങനെ പോയാൽ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും. പിശാചാണ് തരുന്നത്. ദൈവം ഒരിക്കലും നിങ്ങളാരും ഉപദ്രവിക്കുകയല്ല, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ട് വരുത്തുന്ന ആ ഒരു വ്യക്തിയല്ല ദൈവം തമ്പുരാൻ. ദൈവം തമ്പുരാൻ സർവശക്തനാണ്, എല്ലാത്തിൻ്റെയും ഉറവിടമാണ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാൻ കഴിവുള്ളവനാണ്. കാരണം ഈ ഭൂമിയിലെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നന്ദി എന്നാണ് ജോബ് പറഞ്ഞത്. അതുപോലെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാം ദൈവം എടുക്കും, അത് സമയമാകുമ്പോൾ എടുക്കും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും വറീഡാവേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ പ്രത്യാശ വെച്ച് നന്മ ചെയ്യുക, തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ എല്ലാം എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് നമ്മുടെ ജീവിത സമ്പത്തെല്ലാം. ജന്മം കൊണ്ട് നമ്മൾ ഒരിക്കലും സമ്പന്നരാവുന്നില്ല. അപ്പോൾ പല ആളുകളും